എൻ്റെ നല്ലയമ്മ. യേശുവിൻ്റെ ജീവിതത്തിലുടനീളം കൂടെയുണ്ടായിരുന്ന പരിശുദ്ധ അമ്മ മക്കളായ നമ്മോടൊപ്പം സദാ സന്നിഹിതയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും സഹായവും സംരക്ഷണവുമായി പരിശുദ്ധ അമ്മ കടന്നു വരുന്നു. ഈ അമ്മയുടെ മേലങ്കിയുടെ കീഴിൽ സുരക്ഷിതത്വം കണ്ടെത്തി തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച സന്യാസിനിയാണ് സിസ്റ്റർ ജോമേരി MSMI. തലശ്ശേരി അതിരൂപത മേരിഗിരി ഇടവകാംഗമായ തോമസ് റജീത്ത ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമത്തെ ആളായി ജനിച്ച സിസ്റ്റർ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MSMI സന്യാസ സഭയിൽ ചേർന്ന് തൻ്റെ ജീവിതം ഈശോയ്ക്കായി സമർപ്പിച്ചു. കരിസ്മാറ്റിക് ധ്യാനരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ജോമേരി സിസ്റ്ററിന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ ഇന്നോളം പരിശുദ്ധ അമ്മ കൂടെ നടന്നതിൻ്റെ അനുഭവങ്ങൾ നിരവധി അടയാളങ്ങളോടെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്താനാകും. തൻ്റെ ചെറുപ്പത്തിലെ പെറ്റമ്മ നഷ്ടപ്പെട്ട സിസ്റ്ററിന് പരിശുദ്ധ അമ്മയായിരുന്നു പിന്നീടെല്ലാം. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും വിശ്വാസ ജീവിതവും ആ കുഞ്ഞു ഹൃദയത്തെ വല്ലാതെ മാതാവിങ്കിലേക്ക് അടുപ്പിച്ചു. സന്യാസ പരിശീലന കാലഘട്ടത്തിലുടനീളം തനിക്ക് ലഭിച്ച മാതൃസ്നേഹം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുവാൻ സിസ്റ്ററിനെ സഹായിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. പിന്നീട് ഞങ്ങൾ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കൂടെയാണ് വളർന്നു വന്നത്. ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വലിയച്ചാച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മാതൃഭക്തിയും ശനിയാഴ്ച ആചരണങ്ങളും ജവമാല ഭക്തിയുമൊക്കെ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഒരു പെങ്ങൾ 6 വയസ്സ് പ്രായമുള്ളപ്പോൾ കുളത്തിൽ വീണ് മരിച്ചു. മേരി എന്നായിരുന്നു അവളുടെ പേര്. എനിക്ക് ആ പേര് തന്നുകൊണ്ട് എൻ്റെ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വലിയച്ചാച്ചനെയും വല്യമ്മച്ചിയുടെയും കൂട്ടത്തിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ആ ഒരു സാഹചര്യം തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയിലേക്ക് വളരാൻ വലിയൊരു അനുഭവങ്ങളും സാഹചര്യങ്ങളുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ആ നാളുകളിൽ ഈ വണക്കമാസ അവസരങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ പൂവളിച്ച് അലങ്കരിക്കുവാനും അതുപോലെ ആഘോഷിക്കുവാനൊക്കെയുള്ള വീട്ടിലെ ആ കുടുംബ സാഹചര്യങ്ങൾ അമ്മയോടുള്ള വലിയ ഭക്തിയിലേക്ക് വളരാൻ സഹായകമായിരുന്നു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ MSMI സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ എന്നെയേറെ സ്വാധീനിച്ചതും ഈ കൊച്ചു കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പരിശീലന കാലഘട്ടങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപക പിതാവ് മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള ആ വലിയ മാതൃഭക്തിയും മണിക്കൂറുകൾ മുട്ടുമേൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ വളരെ കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ഇതും എന്നെ അമ്മയിലേക്ക് കുറേ അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഉടുപ്പിടിയിലിൻ്റെ തലേ ദിവസത്തെ ഒരു വലിയ സംഭവം. പിറ്റേ ദിവസം ഉടുപ്പിടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ എൻ്റെ കൊച്ചു മനസ്സിലേക്ക് തോന്നുകയായിരുന്നു, പിറ്റേ ദിവസം ഉടുപ്പിടിയലിൻ്റെ സമയത്ത് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിന്ന് ലൈനായിട്ട്
ഉടുപ്പിടിയിൽ കർമ്മങ്ങളിലേക്ക് പങ്കെടുക്കുമ്പോൾ എൻ്റെ വലതുവശത്ത് നിൽക്കുവാൻ എനിക്ക് അമ്മച്ചിയില്ലല്ലോ, ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് എനിക്ക് കണ്ണു നിറയുകയും വളരെയേറെ സങ്കടപ്പെട്ട് ഞാൻ എപ്പോഴോ കിടന്നുറങ്ങി. രാത്രി ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഈശോ എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നുകയായിരുന്നു, എൻ്റെ അമ്മയാണ് ഇനി മുതൽ നിൻ്റെ അമ്മയെന്ന്. എനിക്കറിയില്ല, എൻ്റെ ആ സങ്കടമെല്ലാം പോയി. പിറ്റേ ദിവസം എൻ്റെ അമ്മച്ചിയുടെ സ്ഥാനത്ത് എൻ്റെ അമ്മയുടെ ചേട്ടത്തി വന്ന് നിന്നു. എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു. പക്ഷേ വളരെയൊരു അടുപ്പം പരിശുദ്ധി അമ്മയോട് എനിക്ക് തോന്നുകയായിരുന്നു. തുടർന്നുള്ള നാളുകളിലും ഈ മാതൃഭക്തിയിലേക്ക് വളരുവാൻ ഈ ഒരു സംഭവം, എനിക്ക് പരിശുദ്ധി അമ്മ എൻ്റെ അമ്മയായിട്ട് കൂടെയുണ്ട് എന്നൊരു ചിന്ത വളരെയധികം എന്നെ വളർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അമ്മയിലുള്ള ഭക്തിയിൽ കൂടുതൽ ആഴപ്പെടുവാൻ സഹായിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ മരിയൻ ധ്യാനവും സിസ്റ്ററിന് സമ്മാനിച്ചത്. പരിശുദ്ധ കന്യാമാതാവിലുള്ള വിശ്വാസം വളർത്തുന്ന നിരവധി അനുഭവങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിച്ചു. തൻ്റെ ധ്യാന ശുശ്രൂഷയിൽ നിരവധി മരിയൻ ധ്യാനങ്ങൾ നടത്തുവാൻ പരിശുദ്ധ അമ്മ സിസ്റ്ററിനെ സഹായിച്ചു. പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുവാൻ എന്നെ ഏറെ സഹായിച്ച അനുഭവങ്ങളായിരുന്നു മരിയൻ ധ്യാന അനുഭവങ്ങൾ. ഒരിക്കൽ കുളത്തുവയിൽ നിന്ന് പാലക്കാട് രൂപതയിലുള്ള തൃത്തുമല ഇടവകയിൽ ബഹുമാനപ്പെട്ട ജോസ് വട്ടോളിയച്ചനും ഞങ്ങൾ 2 സിസ്റ്റേഴ്സും ധ്യാനിപ്പിക്കാനായിട്ട് പോയി. പോകുന്ന വഴിയിൽ ജോസച്ചൻ ഈ പാലക്കാട് രൂപതയിൽ കഞ്ചിക്കോടുള്ള റാണി ചേച്ചിയുടെ അനുഭവങ്ങളും, ഒപ്പം ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ സുഗന്ധാഭിഷേകം കിട്ടിയ കൊന്തയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന്. ധ്യാനമെല്ലാം കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസം പരിശുദ്ധി അമ്മയെക്കുറിച്ച് വിശുദ്ധ കുർബാനയുടെ മധ്യേ ജോസച്ചൻ പങ്കുവച്ചപ്പോൾ എനിക്ക് അവിടെ എല്ലാം സുഗന്ധ അഭിഷേകം കൊണ്ട് നിറയുന്നതായിട്ട് അനുഭവപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ പാലക്കാട് രൂപതയിലാണല്ലോ കഞ്ചിക്കോട്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി കാണാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോമേരിക്ക് വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷേ ഞങ്ങൾ വികാരി അച്ഛനടുക്കെ ചെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നമുക്ക് പോയി കാണാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് രൂപതയിലുള്ള കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ കൊച്ചുമാത്യച്ചൻ ഒരു വൺഡേ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചെല്ലുന്ന അവസരത്തിൽ എന്തോ ഒരു സ്വർഗീയ അനുഭവം മനസ്സിലിങ്ങനെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ റാണിക്ക് കിട്ടിയ വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് കിട്ടിയ ജപമാല ഞങ്ങളുടെ കയ്യിൽ തന്നു. ഒരു സാധാരണ കൊന്ത. ആ കൊന്തയിൽ പ്രത്യേകമായിട്ട് മറ്റൊന്നും അനുഭവം തോന്നിയില്ല. എന്നാൽ അവിടെ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യവും പരിശുദ്ധി അമ്മയുടെ ഒരു സാന്നിധ്യവും അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ എന്തോ വലിയ സ്വർഗീയ അനുഭവത്തിൽ കുളത്തുവയിലേക്ക് തിരിച്ചു പോന്നു. ജപമാലയൊക്കെ കൂടുതൽ ചൊല്ലാൻ തുടങ്ങി. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ പ്രത്യേകമായിട്ട് അമ്മയുടെ സന്ദേശങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വേണ്ടി മരിയൻ ധ്യാനങ്ങൾ തുടങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്രാഹാം കടീക്കഴിച്ചനിലൂടെ, റാണിയുടെ സ്പിരിച്വൽ ഫാദറാണ്, അച്ഛനിലൂടെ ഈ ധ്യാനത്തിന് രൂപവും ഭാവവും കൊടുത്തു. അമ്മയുടെ വലിയൊരു സ്നേഹമെന്നോണം ഈ മരിയൻ ധ്യാനത്തിലേക്ക് ടീമിൽ അമ്മ എന്നെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ആദ്യമായിട്ട് പുറത്ത് പാലക്കാട് രൂപതയുടെ യുവക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സിന് വേണ്ടി നടത്തപ്പെട്ട മരിയൻ ധ്യാന അനുഭവത്തിൽ ഒരുപാട് മരിയൻ അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ഓർക്കുന്നു, 225ഓളം സിസ്റ്റേഴ്സ് അന്ന് ധ്യാനിച്ചു. ഒരു ആരാധന മധ്യേ റാണിയിലൂടെ പരിശുദ്ധി അമ്മ പങ്കുവയ്ക്കുകയായിരുന്നു. എല്ലാവരും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമൂഹം മുഴുവനും പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന്. ആ സമയം ഞാൻ ഓർക്കുന്നു, ആരാധന മധ്യേ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തിരുന്ന് ഗാനങ്ങൾ ആലപിച്ചിരുന്ന് ഞാൻ നോക്കിയപ്പോൾ റാണിയുടെ കയ്യിൽ ഇങ്ങനെ തേന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധിയമ്മ തൻ്റെ മാതൃസ്നേഹത്തിൻ്റെ അടയാളം പങ്കുവയ്ക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ഉടനെ ഓടി അതിൻ്റെ താഴത്തെ നിലയിലാണ് റെഫക്ടറി. അവിടുന്ന് വേഗം ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് ഈ തേൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി റാണിയുടെ കയ്യിൽ അടിയിൽ ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം അതെല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട കുര്യൻ മറ്റം അച്ഛനെയായിരുന്നു. പാലാ ഡയസിസുള്ള അച്ഛനാണ്. അച്ഛൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം ആ ചാപ്പൽ മുഴുവനും സുഗന്ധ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധി അമ്മയുടെ വലിയ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റർ
തൊട്ടടുത്തിരുന്ന ആ കസേരയിൽ ഇരുന്നപ്പോൾ സിസ്റ്ററിൻ്റെ ഉടുപ്പ് മുഴുവനും സുഗന്ധം കൊണ്ട് പൊതിഞ്ഞു. പരിശുദ്ധി അമ്മ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പിന്നീട് റാണി പറയുകയുണ്ടായത്. അതുപോലെ മറ്റൊരവസരത്തിൽ, ധ്യാനത്തിൻ്റെ തന്നെ മറ്റൊരവസരത്തിൽ ഞാൻ ഓർക്കുന്നു, ഞാനും റാണിയും കൂടി ധ്യാനിക്കുന്നവർക്ക് വേണ്ടി ജപമാല ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റാണിയുടെ ഭാഗത്തു നിന്ന് സ്വരം കേൾക്കാത്തത് കൊണ്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ റാണിയുടെ വായിൽ മാതാവ് പാല് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാതൃസ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് നൽകിയതെന്നാണ് പിന്നീട് റാണി ഇതേക്കുറിച്ച് പറഞ്ഞത്. ആ സമയത്ത് ഭിത്തിയിൽ പ്രകാശഗോളങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു. പിന്നീട് റാണി പറയുകയുണ്ടായി, പരിശുദ്ധി അമ്മ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി വന്ന സമയമായിരുന്നു അതെന്ന്. അപ്പോൾ ആ ധ്യാന ഹോളിൽ നിറഞ്ഞു നിന്ന ജനം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് നിറഞ്ഞു. മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. തുടർന്ന് വരുന്ന ആ ജപമാല പ്രാർത്ഥന വളരെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ 96 മുതൽ പരിശുദ്ധി അമ്മയിലൂടെ നടന്ന അനേകം അടയാളങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ, കൈകൊണ്ട് സ്പർശിക്കാൻ, ഹൃദയത്തിൽ വിശ്വസിക്കാൻ, മാതാവിൻ്റെ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കാൻ ഒരുപാട് അടയാളങ്ങൾ കാണാൻ കർത്താവ് പ്രത്യേകമായിട്ട് എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇത് അമ്മയുടെ വലിയ ഒരു വാത്സല്യമാണ്, സ്നേഹമാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഒരു കുരിശിൻ്റെ തിരുനാൾ ദിനമാണ്. ഞങ്ങളുടെ ടീം പുറത്തൊരു ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വന്ന് റാണിയുടെ ഭവനത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അന്ന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ദിനമായതുകൊണ്ട് റാണി മുറിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ വിനു ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്റർമാരകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ യാതൊരു ശല്യവും ഉണ്ടാക്കാതെ അകത്ത് കയറി റാണിക്ക് മാതാവ് കൊടുക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അടുത്തിരുന്ന് ഇങ്ങനെ കൊന്തയില്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു, പരിശുദ്ധി അമ്മ ഒരു ജപമാലയുമായിട്ട് കടന്നു വന്നിട്ട് റാണിയുടെ നെറ്റിയിൽ ആ കുരിശ് തൊട്ടപ്പോൾ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. പരിശുദ്ധി അമ്മ കടന്നു വന്നു, അനുഗ്രഹിച്ചു, എല്ലാവർക്കും വേണ്ടി കൃപയായിട്ട് വന്നിട്ടുണ്ട് എന്ന് റാണി പറയുണ്ടായി. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഒരു പ്രത്യേക ദൈവിക സാന്നിധ്യത്തിൻ്റെ, പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു കൃപ നിറഞ്ഞൊരനുഭവം ഞങ്ങൾക്കപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ആ ധ്യാനാവസരങ്ങളിലൊക്കെ ഒരുപാട് പരിശുദ്ധി അമ്മയുടെ മാതൃസ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കുന്നതും എനിക്ക് സ്വന്തം ജീവിതത്തിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കുവാനും മരിയൻ ധ്യാനങ്ങൾ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ അമ്മ നമ്മെ നിരന്തരം സഹായിക്കുന്നു. കഷ്ടപ്പാടിലും കണ്ണുനീരിലും അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1995 മുതൽ NRC ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പ്രത്യേകമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. നീണ്ട 11 വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ ദൈവാനുഭവപ്രദമായൊരു കാലഘട്ടമായിരുന്നു. അവിടെ പ്രോഗ്രാം ഇൻചാർജായി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ധ്യാനം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുമ്പോൾ പരിശുദ്ധി അമ്മ എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ തരികയാണ്. ആംപ്ലിഫയർ എല്ലാം എടുത്തുകൊണ്ട് മുകളിൽ കൊണ്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ അത് നന്നാക്കാൻ, അങ്ങനെ ഒരു തോന്നൽ മനസ്സിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ആംപ്ലിഫയർ എടുത്തുകൊണ്ട് പോയി. എന്നാൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ എടുക്കിച്ചിട്ടായിട്ട് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് ഒരു സിസ്റ്ററിൻ്റെ വാതിക്കൽ ഇങ്ങനെ മുട്ടിയിട്ട് പറയുകയാണ്, ആണ്ട് NRC കത്തുകയാണ്, എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ NRCയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചത് അതിൻ്റെ ഓടെല്ലാം കത്തിക്കൊണ്ടേയിരിക്കുന്നു. കുറേ സാധനങ്ങളെല്ലാം കത്തി, കുറച്ച് കസേരകൾ മാത്രം മിച്ചമുണ്ട്, ബാക്കിയെല്ലാം കത്തി നശിച്ച അനുഭവത്തിൽ എല്ലാവരും ഓടി വന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, പരിശുദ്ധിയമ്മ മുൻപേ കണ്ടുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണെന്നും, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിലൊരു ഓർമ്മയെല്ലാം, തോന്നലെല്ലാം പരിശുദ്ധി അമ്മയിലൂടെ ലഭിച്ച അനുഭവം ഓർക്കുക. ഇതിനുശേഷം
ഞാൻ ഞങ്ങളുടെ സ്ഥാപക പിതാവ് വർഗീസിൻ്റെ അടുക്കൽ ചെന്ന് കരഞ്ഞുകൊണ്ട്, കാരണം ആ നാളുകളിൽ പ്രോഗ്രാം ഇൻചാർജ് ആയിരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി, നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്താ സംഭവിച്ചത്. അച്ഛൻ്റെ അടുക്കൽ ചെന്ന് കരഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധി അമ്മ നമുക്ക് പുതിയൊരു ധ്യാനകേന്ദ്രം തരാൻ പോവുക, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ്. തുടർന്ന് ഞാൻ ഓർക്കുക, 6 മാസങ്ങൾ കൊണ്ട് തന്നെ ധ്യാനകേന്ദ്രത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു. ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഈ ധ്യാനകേന്ദ്രം പരിശുദ്ധിയമ്മ തീർച്ചയായും സമ്മാനമായി ഞങ്ങൾക്ക് തന്നതാണെന്ന് അച്ഛൻ്റെ ആ വാക്കുകളിലൂടെ തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അമ്മയുടെ ആ വലിയ വാക്ക് എത്രയോ സത്യമാണെന്ന് ഓർത്തു പോവുക. അപ്പോൾ ചില കാര്യങ്ങൾ നന്മയല്ലെന്ന് തോന്നുന്നത് പോലും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലൂടെ നന്മയാക്കി മാറ്റുവാൻ പരിശുദ്ധിയമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ആരും നിരാശരാവുകയില്ല. ജപമാല മണികളിൽ വിരലുകൾ തൊടുമ്പോൾ കാലുകൾ ഇടറാതെ പരിശുദ്ധ അമ്മ നയിക്കുന്ന നിരവധി ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. MSMI സഭാംഗമായ സിസ്റ്റർ ജോമേരിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. തൻ്റെ മക്കളെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും തേടാം.